ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പോവുകയെന്ന്, അതായത് ഏട്ടൻ്റെ കസിൻസ്, അനിയൻ, ഫാമിലി അങ്ങനെ എല്ലാവരും കൂടിച്ച് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മെയ് 1 ലീവാണ്. അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങനെ എല്ലാവർക്കും കൂടി പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ പറഞ്ഞതിലും അരമണിക്കൂർ വൈകിയാണ് വന്നത്. അത് പിന്നെ അങ്ങനെയാണല്ലോ, 8:30 പറഞ്ഞാൽ പിന്നെ 9 o'clock ആവും. അങ്ങനെയായി. ഇല്ല പറ പറയോ ഗൈസ്, നമ്മൾ എയർ കൊണ്ടുപോവുകയെന്ന് വെള്ളച്ചാട്ടം കാണാം. ഗൈസ്, അപ്പം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. എനിക്ക് അത്രയുള്ള സന്തോഷമില്ല, കാരണം ഏട്ടനും ബൈക്കിലാണ് വരുന്നത്, ബുള്ളറ്റിലാണ് വരുന്നത്. കാരണം എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ ഒന്നിച്ച് പോകണമെന്നാണ് എനിക്കുള്ളത്. പക്ഷേ നമ്മൾ പെട്ടെന്നുള്ള പ്ലാനിങ് ആയത് കാരണം കാറിൽ സ്പേസ് ഇല്ല. അപ്പം അതുകൊണ്ട് ഏട്ടനും അനുവേട്ടനും കൂടിയിട്ട് ബൈക്കിൽ ബുള്ളറ്റിൽ വരും, നമ്മൾ കാറിലേക്ക് പോകും. അങ്ങനെയാണ് പോകാൻ പ്ലാൻ ചെയ്തത്. പിന്നെ അടുത്ത് തന്നെയല്ലേ, വേഗം എത്തുമല്ലോ. അത്ര ദൂരമില്ല, എന്നാലും കുറച്ച് പോകാനുണ്ട്. അടുത്തന്നെ വെച്ചാൽ മതി. ഈ ബാഗ് കേറിക്കോ. ആയിക്കോട്ടെ. അപ്പം എല്ലാവരും എത്തിക്കഴിഞ്ഞ് നമ്മൾ പോകലായി. ഞാൻ പിന്നെ കൂടുതൽ വണ്ടിയിൽ നിന്നുള്ള വീഡിയോസ് എടുക്കുന്നില്ല, കാരണം ലാഗായി പോവും. റോഡും കാര്യങ്ങളും കുറേ എടുത്തു കഴിഞ്ഞാൽ ലെങ്ത്തും കൂടും. അപ്പം ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ അന്നത്തെ കാലാവസ്ഥ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. വെയിലും കാര്യങ്ങളും നല്ല കുറവായിരുന്നു. അപ്പോൾ അവർക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ബൈക്കിൽ പോകുന്നവർക്ക്. നമ്മൾ ഏകദേശം എത്താനായപ്പോൾ ഞാൻ പിന്നെ വ്യൂ കണ്ടുകൊണ്ടിരുത്തി. അടിപൊളി വ്യൂ ആണ്. പറയണ്ടേ റോഡിലേക്ക് വന്നോണ്ടിരിക്കുന്നു. നീന്തൽ ഈ കുട്ടിക്കടക്കം ലൈഫ് ജാക്കറ്റ് നമ്മൾ തരും. നിങ്ങളിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഫാമിലി ഉള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ലേഡീസ് സ്റ്റാഫിന് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഈ മുതിർന്ന 4 ആണുങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ സൗകര്യമുണ്ട്. ഇവർ താഴെ ഫാമിലി ഇറങ്ങുന്നിടത്ത് ഇറങ്ങുക. നിങ്ങൾ ഏറ്റവും ടോപ്പിൽ ഇറങ്ങുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരുമിച്ച് ഇറങ്ങാൻ സൗകര്യമുണ്ട്. പക്ഷേ ഇതിച്ച് ടൈറ്റ് ആളുടെ കൂടുതലായതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ടോപ്പിൽ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ വെള്ളം നമ്മൾ കുടിക്കാം. അത്രയും നാച്ചുറൽ വെള്ളമാണ്. നിങ്ങൾ ജെൻസ് ഇറങ്ങുന്നവർക്ക് ലേഡീസ് ഇറങ്ങുന്നവർക്ക് നമ്മൾ കുടിക്കാൻ പറയില്ല. അവിടെ ഇവർ കുടിച്ചതിൻ്റെ എല്ലാം ഒഴുക്കുള്ള വെള്ളമാണ്. പിന്നെ മുകളിലേക്ക് നടക്കുന്നതിന് പകരം നമുക്കൊരു ജീപ്പ് സർവീസ് ഉണ്ട്. ഒരു ജീപ്പിന് 300 രൂപയാണ്. ഒരാൾക്കെല്ലാം 300, ഒരു ജീപ്പിനാണ് 300. ഓക്കെ, എന്തായാലും 7 വരെ 8 വരെയൊക്കെ ഒരു ജീപ്പിൽ പോകും. പിന്നെ ചേഞ്ച് റൂമിൽ അന്ന് ചേഞ്ച് റൂം ഇവിടെ ഇതിനുള്ളിൽ ചേഞ്ച് റൂം ഉണ്ട്. അവിടെ മുകളിലുണ്ട്, ഇത് ടോയ്ലറ്റിൻ്റെ ഉള്ളിലുണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ചേഞ്ച് ചെയ്യാം. ഓക്കെ, പോകുമ്പോൾ നിർബന്ധമായിട്ട് 1 കുപ്പി 2 കുപ്പി കുടിവെള്ളം കൈ കരുതുക. ചെറിയ സ്നാക്സോ എന്തെങ്കിലും വേണം കൈ കരുതുക. അത് നമ്മൾ നമ്മളെല്ലാവരും കൊടുക്കണേ. വ്ളോഗിൽ എല്ലാവരും ഉണ്ടാണോ? നമുക്ക് പരാതി തരാൻ പാടില്ല. എല്ലാരും വാ. നിങ്ങളെ ഡീലും കിട്ടി.
ഞാൻ കയറണ്ടേ? എല്ലാരും ടാറ്റ പറ. ചാവി. ഹായ്. നല്ലതപ്പാ. ഇത് പിടിച്ചു തല ചുറ്റുന്ന LDF വരും, എല്ലാം ശരിയാകും. അപ്പം നമ്മൾ മുകളിലെത്തി. ജീപ്പിലായതുകൊണ്ട് തന്നെ വേഗം എത്തി, കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട്. പിന്നെ ചെറുതും കാര്യങ്ങളിലുകൊണ്ട് നമ്മൾ എന്തായാലും ജീപ്പിൽ തന്നെ പോകാമെന്നാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ ഒരു തവണ വന്നപ്പോൾ നമ്മൾ നടന്നിട്ട് കയറിയത്, ഞാനുമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് വന്നപ്പം ഞാൻ ആ വാട്ടർഫാൾ ആദ്യമായിട്ട് കണ്ടപ്പം വാവ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വാവൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ഈ ഒരു ടൈം അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിൽ കയറാൻ പറ്റും. ആ ഒരു ടൈം മുകളിലേക്ക് അത്ര എൻട്രി ഉണ്ടായിട്ടില്ല. അത്രയും വെള്ളം, അത്രയും ആഴുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് കുറവായിരുന്നു. ഈ ഒരു ടൈമാണ് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്. ആ ഒരു ടൈമെല്ലാം നല്ല അടിപൊളിയായിരിക്കും. വരുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം നോക്കിയിട്ട് വരണം. അപ്പോൾ ആ ഒരു ടൈം നല്ല മഴയും കാര്യങ്ങളും ഉണ്ടാവും, നല്ല സെറ്റായിരിക്കും, നല്ലൊരു വൈബ് ഉണ്ടാവും. വിഭു അതാ പുടി. എടാ വാവാ വാവാ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. വാവാ ഹായ് പറ. Alberto. എനിക്ക് പ്രത്യേക പൈസയാണ് നിങ്ങൾ രണ്ടാളും. അനുവേട്ടനാണ് അത് പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം ഐഫോണിൽ വെസ്റ്റേൺ ത്രീയിൽ മാറി മാറി ഒന്നിച്ചായിട്ടും നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കുന്നത് അനുവേട്ടനാണ്. ഞാൻ ഈ വേളയിൽ അനുവേട്ടനെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വെച്ചടാ
അടിപൊളി സ്പോട്ടാണ്. ഹേ ഗായ്സ്, അടിപൊളി. ഗൈസ് അടിപൊളിയാണ്. ഏട്ടൻ്റെ കസിൻസും എല്ലാവരും ഉണ്ട്. കസിൻസും ചേച്ചിയും ഏട്ടൻ്റെ അനിയനും വൈഫും കുട്ടികളും എല്ലാവരുമായിട്ട് ചില്ലായിട്ട് നമ്മൾ. ഞാൻ ഇവിടെ വരാൻ നിങ്ങളെ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അടിപൊളി സ്പോട്ടാണ്. പക്ഷേ ഈ ഒരു ടൈം വരണ്ട. നമ്മളാ മഴക്കാലം ആ ഒരു ടൈം എല്ലാവരും ട്രിപ്പൊക്കെ പോകുന്ന ടൈമില്ലേ, ആ ഒരു ടൈം തന്നെ പോകണം. അപ്പം നല്ലൊരു അടിപൊളി വൈബായിരിക്കും. കൂടാതെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ പോകുന്ന വഴിയും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയാണ്. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഏറിക്കുണ്ട് വാട്ടർഫാൾ. എല്ലാവർക്കും സ്ഥലം ഇഷ്ടപ്പെട്ടോ? അമൃതക്ക് എടുത്ത സ്ഥലം ഇഷ്ടപ്പെട്ടോ? അല്ല, ചെന്നൈയിൽ ഫുൾ വെയിലും. ഗൈസ്, അപ്പം നമ്മൾ ഏകദേശം താഴെ എത്തിക്കഴിഞ്ഞു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിന്. പിന്നെ നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കയ്യിലൊരു കുപ്പി വെള്ളം, അതുപോലെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും കരുതണം. കാരണം നമുക്ക് പിന്നെ ഒടുക്കത്തെ വിശപ്പായിരിക്കും. ഏച്ചി എടുത്തത് കാരണം നമുക്കെല്ലാവരും കഴിക്കാൻ പറ്റി. ഗൈസ്, ഞാൻ പിന്നെ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ മൺസൂൺ ടൈമിൽ തന്നെ വരാൻ നോക്കണം. കാരണം ആ ഒരു ടൈം ഒരു രക്ഷയില്ലാത്ത വ്യൂയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇതിലും നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു ടൈം തന്നെ വരാൻ നോക്കണേ ഗൈസ്. അപ്പം നിങ്ങൾക്ക് നടന്നിട്ടും എല്ലാം ആസ്വദിച്ച് പോകണമെങ്കിൽ അങ്ങനെയും പോകാം, അല്ല ജീപ്പിലാണ് പോകണമെങ്കിൽ ജീപ്പിലും പോകാം. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുകളിലെത്തണമെങ്കിൽ ജീപ്പിൽ പോകുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ താഴെ നിന്നിട്ട് നടന്നിട്ട് ഇറങ്ങിയത്. അപ്പം അതുപോലെ എല്ലാ സൗകര്യവും അവിടെ അവൈലബിൾ ആണ്. അപ്പം അടിപൊളി ട്രിപ്പ് തന്നെ ആയിരുന്നു. ചെറിയൊരു സീനുള്ളത് കാരണം നമ്മൾ നേരെ നാട്ടിലേക്ക് വിട്ടാലോ എന്ന് വെച്ചിട്ട് വണ്ടി എടുക്കുവാണ്. ഫുഡും കഴിച്ചിട്ട് നേരെ വിട്ടാലോ എന്ന് പറഞ്ഞു. പക്ഷേ അടുത്തിൻ്റെ അടുത്ത് തന്നെയാണ് പാലക്കൻ തട്ട് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ചെന്നൈയിലാണ്. അപ്പോൾ ഇവർ ഇതുവരെ അവിടെ പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ ജസ്റ്റ് കയറി. മുകളിലേക്കൊന്നും കയറിയിട്ടില്ല. ചെറിയൊരു സീനുണ്ട്, അതുകൊണ്ട് കയറിയിട്ടില്ല. എങ്ങനെയുണ്ട് ഇന്നത്തെ ട്രിപ്പ്?
ഇല്ല ബോംബെയിൽ ചുറ്റുണ്ടായിരുന്നില്ല. ഇത് ഇവിടുത്തെ തന്നെ ചക്കയുള്ളേ, ഇവിടെ ചക്കയുള്ളേ. ഇങ്ങനെ തന്നെ ഊട്ടിയല്ലേ, ചെടി മാറ്റുന്നേ ഉള്ളൂ. ആ അതന്നെ ഊട്ടിയിലും ഇങ്ങനെ തന്നെ, പക്ഷെ ചെടി മാറ്റുന്നേ ഉള്ളൂ. ഗൈസ് അപ്പം നമ്മൾ വീട്ടിലെത്തി. പക്ഷെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. കാരണം ഏട്ടൻ ജസ്റ്റ് സ്ലിപ്പായിട്ട് വീണിട്ട് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ ട്രിപ്പ് അത്ര അടിപൊളിയല്ല. ഏട്ടന് വേദന ഉള്ളത് കാരണം, വേദന കൂടിയത് കാരണം നമ്മൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ആ ഒരു ടെൻഷനിലാണ് ഞാൻ. പിന്നെ എക്സ്റേ ഒക്കെ എടുത്തു. ഫ്രാക്ചറൊന്നുമില്ല, പക്ഷെ ചതവുണ്ട്. പക്ഷെ എന്നാലും നല്ല വേദനയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.